കുട്ടി ദീനിയായ കുട്ടിയായിരിക്കണം. അതെ. പിന്നെ സാമ്പത്തികം മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ഒരു നിക്കാ ഡിവോഴ്സ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ് കേട്ടോ. ഇവിടെ വന്നത് ഷബീബിനെ കാണാനാണ്. ഷബീബിന് 32 വയസ്സാണ്. അത് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഈ കാണുന്നതാണ് ഷബീബിൻ്റെ വീട് കേട്ടോ. ഇതാണ് വീട്. ഓക്കെ. അപ്പോൾ ഷബീബ് കുറേ വർഷം ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വരിക, കല്യാണം ആലോചിക്കുക. ഒരു 1-2 മാസമൊക്കെ ആണല്ലോ വരിക. അപ്പോൾ കല്യാണം ആലോചിക്കും, കല്യാണം റെഡിയാവില്ല, പിന്നെയും പോകും. അങ്ങനെ ആയിട്ട് ഇനി കല്യാണം റെഡി ആയിട്ടേ പോകുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ നാട്ടിലങ്ങനെ നിന്ന്. അപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു പരിപാടിയൊക്കെ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നല്ലൊരു അതുവിനെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഷബീബ്. ഹൈറ്റ് 5'8". അസ്സലാമു അലൈക്കും. ഷബീബ് എത്ര വർഷമായി ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട്? 2 വർഷം. 2 വർഷം നമ്മളെ ഫാസ്റ്റ് ഫുഡ് പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നില്ല. വിദേശത്തായിരുന്നു, പുറത്തായിരുന്നു. എവിടെയായിരുന്നു? ഗൾഫിൽ? സൗദിയിലായിരുന്നു. നിങ്ങൾ എത്ര മക്കളാ? 4 മക്കളാണ്. 2 ആണ്, 2 പെണ്ണ്. പെങ്ങന്മാര് കല്യാണം കഴിച്ചു. എൻ്റെ താഴെ ഒരാളും കൂടി അനിയനുണ്ട്. അനിയന് എന്താ ചെയ്യുന്നത്? അനിയന് ഷോപ്പ്, ഇതുപോലത്തെ ബേക്കറി, കർണാടകയിൽ. ഉപ്പയോ? ഉപ്പ പിന്നെ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരി. 32 വയസ്സാണ് അതില്ലേ? 32. നിങ്ങൾ എത്ര വരെ പഠിച്ചത്? ഞാൻ +2 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി. പിന്നെ ഇങ്ങനെ വിദേശത്തേക്കുള്ള സൗദിയിൽ പോയി, അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി. അങ്ങനെയാണ്. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? നമുക്ക് മലപ്പുറം കോഴിക്കോട് ജില്ലയാണ് മെയിനായിട്ട് നോക്കുന്നത് അല്ലേ? പിന്നെ നമുക്ക് നോക്കാമല്ലേ, നല്ല ആലോചനകൾ വരട്ടെ. അതെ. വേറെ എനിക്ക് എന്താ പറയാനുള്ളത്? വേറെ നമുക്ക് കുട്ടി ദീനിയായ കുട്ടിയായിരിക്കണം. അതെ. പിന്നെ സാമ്പത്തികം മറ്റൊന്നും നമ്മൾ നോക്കുന്നില്ല. അതെ. ജസ്റ്റ് ഒരു നിക്കാ ഡിവോഴ്സ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ? ദൂരത്തിൻ്റെ ഒക്കെ പറഞ്ഞെങ്കിലും അതിനേക്കാളൊക്കെ വലുത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ വരിക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ദീനിയായ കുട്ടിയായ അത് മാത്രമേ നമ്മൾ ഇതിലുള്ളൂ ഇപ്പോൾ. അതെ. ഇവിടെ വന്നിട്ട് ഷബി ഇവരെ അന്വേഷണം കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് വിളിച്ച് അഡ്രസ്സൊക്കെ വിളിച്ച് നിങ്ങൾക്ക് വാങ്ങാം. എന്നിട്ട് അന്വേഷണം കാര്യങ്ങളും പള്ളിയിലൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വേറെ അങ്ങനത്തെ യാതൊരു വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ഓരോ ഫാമിലിയും ഇപ്പോൾ കുടുംബക്കാരൊക്കെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ അല്ലേ? എല്ലാവരും ഈ കർണാടക ബേസ്ഡ് ആണല്ലോ ഈ ഏരിയയിലൊക്കെ. അതെ. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ആയിക്കോട്ടെ ഷബീബേ, എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ. ഇതിൽ കോളുകൾ വരുമ്പോൾ കറക്റ്റ് അത് എടുത്ത് നോട്ട് ചെയ്ത് ഒക്കെ സെറ്റ് ചെയ്യുക. പിന്നെ നല്ലപോലെ അന്വേഷിക്കുക കേട്ടോ. അതുകൊണ്ട് വരുമ്പോൾ ഇരുകൂട്ടർ ഷബീബിനെ പറ്റി നിങ്ങൾക്കും തിരിച്ചു അന്വേഷിക്കാം. എന്നിട്ട് നല്ലൊരു ബന്ധം എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഷബീബ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, കൂടുതലായിട്ടൊന്നുമില്ല. നമുക്ക് ദീനിയായ ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളതാണ്. വേറെ വലിയ ഡിമാൻഡ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നും പറയാനില്ല. ഷബീബ് എന്ന് പറഞ്ഞാൽ കച്ചവടമൊക്കെ ആയിട്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നതാണിപ്പോൾ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് ഉപ്പയായാലും പിന്നെ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യാണ്, ബ്രദറും ഒക്കെ. അങ്ങനെയൊക്കെ നല്ലൊരു ഫാമിലി കാര്യങ്ങളാണ്, നല്ല ചുറ്റുപാട് കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് അന്വേഷിക്കാം. അപ്പോൾ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ചിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് വരട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കിപ്പോൾ പെൺകുട്ടികളെ നോക്കുന്നവർ കാണുന്നുണ്ടാവും. അങ്ങനെ പല കാറ്റഗറിയുള്ളവരായിരിക്കുമല്ലോ കാണുക. എങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ ഒരാൾക്ക് കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കണക്ട് ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളതാണെങ്കിൽ കല്യാണം വേഗം 2 കൂട്ടർക്കാണല്ലോ കല്യാണം റെഡിയാവുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണങ്ങൾ നടക്കട്ടെ. പിന്നെ അനാവശ്യമായിട്ട് ബ്രോക്കർമാർ ഇതിൽ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഡയറക്റ്റ് പാർട്ടികൾ തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ആൾക്കാർ തന്നെ കല്യാണം നോക്കുന്ന, അങ്ങനെ ഇല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ട് അവരെ ബന്ധം കിട്ടട്ടെ. സാമ്പത്തികം ഒന്നും നോക്കുന്നില്ല, പാവപ്പെട്ട കുട്ടികളൊന്നും കുഴപ്പമില്ല, നല്ലൊരു ദീനിയായ ഒരു കുട്ടിയാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. ഓക്കെ.